ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് കേക്കാണ്. ഇത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് പതഞ്ഞ് വരുന്ന വരെ ബീറ്റ് ചെയ്യുക. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് അരിച്ച് ചേർക്കുക. അതിന് 1 കപ്പ് മൈദ, എന്നിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു പിഞ്ച് സോൾട്ട്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് അരിച്ചിടുക. എന്നിട്ട് നമ്മൾ ഇനി ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അത് നന്നായി കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമ്മളിത് 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടില്ല 8 ഇഞ്ചിൻ്റെ ടിന്നിൽ, കാരണം നമ്മൾ അധികം പൊങ്ങിയൊരു കേക്ക് വേണ്ട, നമുക്ക് കുറച്ച് ഫ്ലാറ്റായ ഒരു കേക്ക് മതി. അപ്പോൾ ഈ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്ന് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇത് അതിലോട്ട് വെച്ചിട്ട് ഓവനിലോട്ട് വെച്ചിട്ട് നമ്മൾ ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് റെഡിയായി. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള മിക്സ് ഉണ്ടാക്കാം. ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാലിൻ്റെ മിക്സ്. 1 കപ്പ് പാലും 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ആ മിക്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ വെച്ചിട്ട് നമ്മളതിൽ ഫോക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ മിൽക്കിൻ്റെ, അത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് സോക്കാവും. ഇനി ഇത് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച മിക്സിൻ്റെ പകുതി എടുത്തിട്ട് ഈ കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ആ സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമ്മളത് ഈ കേക്കിൻ്റെ മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ സെറ്റാക്കി നന്നായിട്ട് സ്പ്രെഡാക്കി സ്മൂത്താക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക എത്ര പീസായിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന്. എന്നിട്ട് നമ്മൾ പിന്നെ സ്ട്രോബെറീസും ബ്ലൂബെറീസും വെച്ചിട്ട് നന്നായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഓൾമോസ്റ്റ് ഒരു 3 hours നമ്മളിത് തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാൻ. ഇപ്പോൾ 3 hours ശേഷം നമ്മളിത് എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് അതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ബാലൻസ് ഉള്ള മിൽക്ക് മിക്സ് ഉണ്ടല്ലേ അതും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് വേണം കഴിക്കാൻ. അപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഇതും കൂടി ചേർത്ത് ശരിക്കും അത് സോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ മിൽക്കും കൂടി ഇത് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ശരിക്കും നല്ല മധുരവും ഉണ്ട് ഇത് ആവശ്യത്തിന്. നമ്മൾ ഈ പറഞ്ഞ പോലെ 3 hours ഡെക്കറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ ആ മിൽക്കിൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് കഴിക്കാം. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, കാരണം നമ്മൾ ഓൾറെഡി അത് മിൽക്കിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിൽക്കും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോവാ കേക്ക്, അത്രയും ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.